ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കുസ്മിക് കപ്പിൾ. കുസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലത്തെ ഡേ 5 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഏട്ടതാ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളതാ യാത്രയൊക്കെ വേണ്ടിയിട്ട് വന്നിക്കാണ് കേട്ടോ. ആമീന് ആണെങ്കിൽ ഏട്ടൻ രാവിലെ തന്നെ കുത്തി എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവളും വരും കേട്ടോ ടാറ്റയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു ആമിക്കുട്ടി. അത് കാരണം ഏട്ടൻ കൊണ്ടുവന്ന മിഠായി രാവിലെ തന്നെ അവൾക്ക് കൈ പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര അങ്കലാപ്പൊക്കെ ആയിരുന്നു അവൾ. പക്ഷേ ഞാൻ പൊളിച്ചൊന്നും കൊടുത്തില്ല കേട്ടോ. വെളിച്ചാകുമ്പോൾ തന്നെ മിഠായി കൊടുത്താൽ ശരിയാവത്തില്ല. അങ്ങനെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കഞ്ഞിക്കൂർക്ക കൊടുക്കാമെന്ന്. ചെറിയൊരു തലയ്ക്ക് ചൂടൊക്കെ പോലെ തോന്നിയിട്ട് ഇനിയിപ്പോൾ ഉറക്കം എഴുന്നേറ്റിൻ്റെ ഇരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിതാ കഞ്ഞിക്കൂർക്കൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കിളികൾ ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മുതൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞിക്കൂർക്ക് ഇങ്ങനെ വാട്ടിയിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡെയിലിയും കൊടുക്കണം, നല്ലതാണ് കേട്ടോ. ചുമയും കഫക്കെട്ടും തലവേദനയും നീരിറക്കമൊക്കെ മാറാനൊക്കെ നല്ലതാണ്. അതേപോലെ ജലദോഷം ഉണ്ടെങ്കിൽ ഈ കഞ്ഞിക്കൂർക്ക വാട്ടിയിട്ട് നെറുകിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ജലദോഷമൊക്കെ വറ്റാനും ആ വെള്ളം വരുന്നതൊക്കെ വറ്റാനും ഒക്കെ നല്ലതാണ്. ഞാനിത് തന്നെയാണ് കേട്ടോ ആമിക്കുട്ടിക്ക് ചെയ്യാറുള്ളത്. പിന്നെ മരുന്നും കൊടുക്കും, ഇംഗ്ലീഷ് മരുന്ന്. ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ ആ മരുന്നും കൊടുക്കലുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിലാണ് കേട്ടോ അത് കൊടുക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ചായയും ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങളിതാ പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ആമിക്ക്. എന്നാലും ഞാൻ മാക്സിമം തേച്ച് കൊടുക്കും. ബ്രഷ് കൊണ്ടായിരുന്നു കേട്ടോ ആദ്യം തേച്ചായിരുന്നു. പിന്നെ അമ്മമ്മയൊക്കെ പറഞ്ഞു ബ്രഷ് കൊണ്ട് തേക്കണ്ട, കയ്യിലുകൊണ്ട് തേച്ച് കൊടുത്താൽ മതിയെന്ന്. പിന്നെ കൊലുക്കുഴിയാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ആമി. ഇപ്പോൾ അതിപ്പോൾ വല്ലാത്ത അബദ്ധമായി എന്നാണ് തോന്നുന്നത് കൊലുക്കുഴിയാൻ പഠിപ്പിച്ചത്. അവളുടെ ആമി പാട്ട് പാടുമോ? Johnny, Johnny, eating sugar. പാട്, ഉറക്കപാട്, പാട്. അയ്യോ എന്ന് പറഞ്ഞേ. അതാ പറഞ്ഞേ. അതാ പറഞ്ഞേ. കഴിഞ്ഞോ ചോക്കി, കഴിഞ്ഞോ ചോക്കി, കഴിഞ്ഞോ പറ. കഴിഞ്ഞോ? പൂവാ പറ. പൂവാ പൂവാ. ടാറ്റ ടാറ്റ പറ. എങ്ങോട്ടാ ചോദിക്ക്, എങ്ങോട്ടാ ചോദിക്ക്, എങ്ങോട്ടാ. ലൈക്ക് ചെയ്യ്, ലൈക്ക് ചെയ്യ്, ലൈക്ക് ചെയ്യ്. ആ കമന്റ് ചെയ്യ്, കമന്റ്. കമന്റ് ചെയ്യാൻ പറ. കമന്റ്. സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യ, സപ്പോർട്ട് ചെയ്യണേ പറ. ആ സപ്പോർട്ട്. ഒരു ഉമ്മ തന്ന അമ്മയ്ക്ക്. അമ്മി ഇതാരാ? ഇതാരാ? അമ്മിയ. അപ്പൊ വാവ ചേച്ചി എവിടെ? അപ്പൊ വാവ ചേച്ചി എവിടെ? വാവ ചേച്ചി ആരാ? വാവ ചേച്ചിയെന്ന് വിളിച്ച. ആ ചേച്ചി, വാവ ചേച്ചി ആരാ? അയ്യോ അമ്മിക്ക് നേരത്തെ ചായ കിട്ടിയോ? കുഴിയാൻ പഠിപ്പിച്ചതിന് ശേഷമുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുമല്ലോ. ആ വെള്ളം എന്ത് ചെയ്യുന്നറിയാം, അവൾ വായിലാക്കിയിട്ട് കൊലുക്ക് കുഴിഞ്ഞിട്ട് നിലത്തൊക്കെ തുപ്പി വയ്ക്കും. നമ്മളായിട്ട് അറിയില്ല, വെള്ള ടൈൽസ് ആയത് കാരണം അറിയത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഇന്നലെ ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അടുത്ത അപ്പൂൻ്റെ പിറന്നാളിൻ്റെ. അപ്പോൾ അതും വെള്ളയപ്പും പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. റെഡി? ഒന്നുകൂടി ഒന്നുകൂടി. ആ അവർക്ക് പറ. അയ്യമ്മേ, ഒയ്യോ കാട്ടിയത്. അതെന്താ അതെന്താ അവിടെ? മാമുവാ? മാമുദാര തട്ടിട്ടെ? അതാര
ആരാ തട്ടിയിട്ടത്? അതാരാ ഈ പാത്രം തട്ടിയിട്ട്? ആരാ ഈ പാത്രം തട്ടിയിട്ട്? ആരാ തട്ടിയിട്ട്? ആരാ തട്ടിയിട്ടത്? ആരാ തട്ടിയിട്ടത്? അയ്യോ ഒന്നും പണ്ട് കാര്യമില്ല. ആരാ വൃത്തിയാക്ക? തട്ടിയോ? എന്താ അമ്മ കണ്ണ? അയ്യോ അതുകൊണ്ട് തുറക്കണ്ട അമ്മ വേറെ തുറച്ചോളാം. എന്താ അമ്മ കുഞ്ഞോ ഈ കാട്ടിന്? കുറുമ്പി കുറുമ്പി ഇവിടക്ക് വേണ്ട അമ്മ ചെയ്തോളാം. പോര് ഗൈസ്, ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. അപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് അങ്കമട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയപ്പോൾ ചെറുങ്ങനെ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതിങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അമ്മേനെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് പുറത്തോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ ചെണ്ടുമല്ലി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം ഓറഞ്ച് ചെണ്ടുമല്ലിയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ഞ ചെണ്ടുമല്ലിയാണ് കേട്ടോ. പക്ഷെ ഉണ്ടായിക്കില്ല. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ഓണത്തിന് പൂക്കളിട്ടപ്പോൾ കുറേ നിലത്തൊക്കെ വെതറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക വിത്തൊക്കെ ഇങ്ങനെ അടിച്ചു പോയപ്പോൾ ഫുള്ളുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം തോന്നുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ. അതേപോലെ ഇത് ഇക്കൊല്ലം നല്ലോണം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇക്കൊല്ലം അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലോണം ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്തിട്ട് കുളിക്കാൻ വെച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് തലയൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാണ്ട് ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഞാനങ്ങനെ കുളിക്കാൻ പോകണ്ട ചെയ്തത്. പിന്നെ അതൊക്കെ തേച്ച് നിൽക്കുമ്പോൾ ആമിക്കുട്ടിയുടെ രാവിലെ കയ്യിലുണ്ടായിരുന്ന കിറ്റ്കാറ്റുണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ തന്നെ തിന്നുട്ടാ. ആ സമയത്ത് ആമയൊക്കെ അപ്പുറത്തുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഐബ്രോസൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കണം. പിന്നെ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ ഐലൈനർ കൊണ്ട് തന്നെ ഒന്ന് കണ്ണെഴുതി കൊടുത്തു കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ സിന്ദൂരാണല്ലോ, ചെറുങ്ങനെ ഐലൈനർ കൊണ്ട് തന്നെ പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഗുരുവായൂരിന്ന് മേടിച്ച ഗുരുവായൂരിന്നല്ല, നമ്മുടെ എവിടെയായിരുന്നു പറശ്ശിനിക്കടവ് പോയപ്പോൾ മേടിച്ചിട്ടുള്ള സിന്ദൂരത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പൊട്ടിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ മെയിനാണല്ലോ നമ്മുടെ ചന്ദനം, കുളി കഴിഞ്ഞ് വന്ന ചന്ദനം നിർബന്ധമാണല്ലോ. അപ്പോൾ അത് ചന്ദനമൊക്കെ ഇട്ടപ്പോൾ എൻ്റെ മേക്കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഇതാ രാവിലെ കുറേ ഒരു 11:30 ആയപ്പോൾ കക്കർച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി വിചാരിക്കുന്നു കക്കർച്ചി മേടിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ച ഡേറ്റിനൊന്നും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കണ്ട കൊടുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അതൊന്നും എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതാ ഖാലിയാക്കിയ പ്ലേറ്റ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കണമെന്നാണല്ലോ. അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനും അമ്മയും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങി എണീറ്റപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറേ അലക്കാണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഒന്നും അലക്കാനൊന്നും പറ്റില്ല, ആമയുടെ കൂടെ കളി ഇതൊക്കെ ആയിട്ടേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഒക്കെ തുണിയൊക്കെ അതിലിട്ടിട്ട് മുക്കി വെച്ചിട്ടോ. ഒരു 3/4 മണിക്കൂർ മുക്കി വെച്ചു. അപ്പോഴത്തേനും അമ്മാമ്മ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ചു. പിന്നെ തിരുമ്മലൊക്കെ കഴിഞ്ഞിട്ട് മേലെ ആറിടാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഹെൽപ്പറായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ മോള് തന്നെയാണ്. എനിക്ക് സാധനങ്ങളും ഡ്രസ്സൊക്കെ അവളാണ്ട് എടുത്ത് തരൽ. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വന്നപ്പോൾ ആറിടുന്നതിന് മുന്നേ ആറിട്ടേരുന്ന ഡ്രസ്സിനായിരുന്നു, ഉണങ്ങിയിട്ട ഡ്രസ്സിനായിരുന്നു. അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആമി ഇങ്ങനെ കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അത്തല പിത്തല തവളാച്ചി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞങ്ങൾ കളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മനുഷ്യനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് കളിച്ചായിരുന്ന സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ആമീനെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുത്തിക്കാണ് കേട്ടോ. ആമി എന്തൊക്കെയോ പറയുന്നുണ്ട്, കാട്ടിക്കൂട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ കക്കറച്ചി വെക്കാമെന്ന് ചോദിച്ചിട്ട് ഉള്ളിയും തക്കാളിയും സവാളയൊക്കെ അതൊക്കെ കൂടിയിട്ട് വഴറ്റി ഒരു വിധമാക്കി നല്ല അടിപൊളി കക്കറച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞു കക്ക ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് പിച്ച് പറിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചൂലിന് ഇറുക്കിളി വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആമയുണ്ട് പുളി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറേ നക്കി തുടച്ചിട്ട് വല്ലാണ്ട് കഴിച്ചിട്ടൊന്നുമില്ല, വെറുതെ അതിലും കൈ മുക്കുക നക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ടാറ്റ ബൈ ബൈ, സീ യു.